ഹലോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇതാണ് നമ്മുടെ ആ അമിഗുരുമി ഡോൾ. ഇവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡ്രസ്സും ഹെഡ്ഫോൺസും ബാഗും എല്ലാം ഉണ്ടാക്കിയത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഹുക്ക് യൂസ് ചെയ്യുന്നത്. മറ്റേ ഹോൾഡർ ഉള്ള ഹുക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. അപ്പൊ പാറ്റേണിലോട്ട് കടന്നാലോ? ആദ്യം തന്നെ പറയാം, അമിഗുരുമി ഡോൾ ആണ്. നോൺ സ്റ്റിച്ചിങ് പാറ്റേൺ അല്ല. ഡോളിൽ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് പാറ്റേൺസും നോൺ സ്റ്റിച്ചിങ് പാറ്റേൺസും ഉണ്ട് കേട്ടോ. പക്ഷേ അത്യാവശ്യം വലിയ ഡോളൊക്കെ നോൺ സ്റ്റിച്ചിങ് പാറ്റേൺസ് ഇല്ല. സോ ഇത് ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ ആണ്. മീൻസ് നമ്മൾ പല പല പാർട്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ഇതെല്ലാം ഒന്നിച്ച് ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ ഇതൊരു ഡോളായി മാറുകയുള്ളൂ. സോ നമ്മൾ ആദ്യം തന്നെ മിഫിയുടെ ലെഗ് ആൻഡ് ബോഡി പോർഷൻ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊരു ലെഗ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആസ് യൂഷ്വൽ MRൽ 6 സിംഗിൾ ക്രോഷ് ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ റിങ് ക്ലോസ് ചെയ്തു. ദെൻ ഇൻക്രീസ് ചെയ്യുക. ഈ സെയിം പാറ്റേണിൽ തന്നെ 2 ലെഗ്സ് ഉണ്ടാക്കി എടുക്കണം. അതിനുശേഷം രണ്ടും കൂടെ ജോയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി പോർഷനിലേക്ക് കയറുന്നത്. നമ്മുടെ ഈ ഒരു ഗസ്സിങ്ങിന്റെ സീരീസിൽ ഒരുപാട് ആളുകൾ നമ്മൾ ചിന്തിക്കാത്ത ലെവലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഗസ് ചെയ്തിരുന്നു. പക്ഷെ അതിൽ മിഫി ഗസ് ചെയ്ത ആളുകൾക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. കാരണം വേറെയൊന്നുമല്ല, മനഃപൂർവ്വം തന്നെയാണ്. ഇത് കറക്റ്റ് ആൻസർ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് റിപ്ലൈ ചെയ്യുക? അല്ലെങ്കിൽ റോങ് ആൻസർ ആണെന്ന് എങ്ങനെയാണ് ഞാൻ കള്ളം പറയാ? സോ അവരോട് ഞാൻ ഫസ്റ്റ് സോറി പറയാണ്. അവർ ഈ ലോങ് വീഡിയോ കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ റിയലി സോറി. എനിക്ക് ആൻസർ കറക്റ്റ് ആണെന്നും പറയാനുള്ള നിർവാഹമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു സർപ്രൈസ് ആയില്ലേ, അതെന്തായാലും നന്നായി എന്ന് വിചാരിക്കാം. ഇൻ കേസ് ഞാൻ അവിടെ നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ് എന്ന് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗസ്സിങ് അതോടുകൂടി അവിടെ നിന്നേനെ. പിന്നെ ഇങ്ങോട്ട് വരുന്ന എല്ലാവരും മിഫി 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 തന്നെ പറഞ്ഞേനെ. അപ്പൊ നമുക്ക് ലോട്ടി ഇടുന്ന സമയത്ത് ഈ ആളുകളെയും ഉൾപ്പെടുത്താതെ വേറെ നിർവാഹമില്ല. പക്ഷെ ഇവരിൽ എത്ര പേർ ജെന്യൂനായിട്ട് ഗസ് ചെയ്തതാണോ അതോ നമ്മൾ പറഞ്ഞ ശരിയാണ് എന്ന് പറഞ്ഞ കമന്റ് നോക്കി വന്നവരാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഇനിയും നമുക്ക് ഇതേപോലെയുള്ള പരിപാടികളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു രസമല്ലേ? അപ്പോൾ ഇൻക്രീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് 6 തവണയാണ് കേട്ടോ. ഈ ഒരു വലുപ്പത്തോടെ നമ്മുടെ ലെഗിന്റെ ആ ഒരു ബേസ് നമ്മൾ നിർത്തുകയാണ്. ദെൻ നമുക്ക് നീളത്തിലുള്ള പോർഷനാണ് ചെയ്യുന്നത്. ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ലൈവ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കള്ളമായി പോകും. അതിന് മുൻപിലത്തെ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡിലേക്ക് ഒന്ന് ലൈവ് ഓപ്ഷൻ ഒന്ന് നോക്കിയിരുന്നു. അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് ലൈവ് കയറിയതാണ്. അല്ലാതെ ആ വീഡിയോയിൽ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് യൂട്യൂബ് ലൈവ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒന്ന് നോക്കിയതായിരുന്നു. അതിനുശേഷം ജെന്യുവൻ ആയിട്ടുള്ള ലൈവ് ചെയ്യുന്നത് ഇന്നലെയാണ് കേട്ടോ. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ലൈറ്റിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. എന്തായാലും അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ പടയാളി എന്നെ തിരക്കി എത്തിയിരുന്നു. സോ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയതിൽ നല്ല സങ്കടമുണ്ട്. എങ്കിലും എങ്ങനെയാണത് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് വീഡിയോ നിർത്തിയത്. ലൈവ് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ലൈവിന്റെ വീഡിയോ ഞാനിവിടെ ലിങ്ക് ചെയ്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ആ ലൈവിൽ ഒരു വർക്ക്ഷോപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് സീരീസ് ലൈവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. സോ ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, ക്രോഷ്യയുടെ ബേസിക്സ് മാത്രമേ അറിയുള്ളൂ, കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ക്രോഷ്യ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ ആ ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യാം. ഇനി മുതൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ടൈം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, അറിയാലോ, ഐ ആം എ മദർ. സോ അതിനനുസരിച്ചുള്ള ഒരു ടൈം ഷെഡ്യൂളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ലൈവ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും ആ സമയത്ത് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ അത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ലേറ്റർ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് പഠിക്കാം. അപ്പോൾ നമ്മുടെ ലെഗിൻ്റെ ആ ഒരു ബേസ് സ്റ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 4 മുതൽ 5 വരെയുള്ള സ്റ്റിച്ച്, അതായത് അടുത്ത 2 സ്റ്റിച്ചസ് കണ്ടിന്യൂസ് 18 സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. അപ്പോൾ നമുക്ക് ആ ഒരു നീളത്തിലുള്ള പോർഷൻ കൂടെ കിട്ടും. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മളൊരു ചെറിയ ഒരു വ്യത്യാസം ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, മിഫിയുടെ ലെഗിനൊരു വ്യത്യാസമുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ചെറിയ 2 സൈഡിലും ഒരു ചെറിയ ബൾജിങ് പോലെ ഒരു ഷേപ്പ് ഉണ്ട്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യുന്നത്. 5 സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 4 ഡിക്രീസ് അടുപ്പിച്ച് ചെയ്ത് ദെൻ 5 സിംഗിൾ ക്രോഷ്യ ചെയ്താൽ ദാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് ഈ ഷേപ്പ് നമുക്ക് കിട്ടും. ഈ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ആ 4 ഡിക്രീസ് അടുപ്പിച്ച് ചെയ്തത്. ദെൻ നെക്സ്റ്റ് 7 മുതൽ 9 വരെയുള്ള റൗണ്ട് അതേപോലെ തന്നെ 14 സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂസ് ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടുക.
ഈ സെയിം പാറ്റേണിൽ തന്നെ 2 ലെഗ്സ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഫസ്റ്റിലത്തിൽ നിന്ന് നമ്മൾ യാൺ കട്ട് ചെയ്ത് മാറ്റാം. പക്ഷെ സെക്കൻഡ് ടൈം ചെയ്യുന്നതിൽ നിന്ന് യാൺ കട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ബോഡി പോർഷന് വേണ്ടി ഇത് രണ്ടും കൂടെ ജോയിന്റ് ചെയ്യണം. സോ സെക്കൻഡ് ലെഗിൽ നമ്മൾ അഡീഷണൽ ഒരു 2 സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. എന്നിട്ട് വേണം 3 ചെയിൻ ചെയ്തിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ലെഗുമായിട്ട് അത് കണക്ട് ചെയ്യാൻ. പാറ്റേണിലില്ലാത്ത ആ 2 സിംഗിൾ ക്രോഷ്യ എക്സ്ട്രാ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് ആ ലെഗിൻ്റെ ആ ഒരു ബൾജ് ചെയ്ത് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് 2 സൈഡിലും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് 2 സിംഗിൾ ക്രോഷ്യ എക്സ്ട്രാ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ 2 ലെഗ്സിലും കൂടെ 14 സിംഗിൾ ക്രോഷ്യേസ് ഇതുണ്ട്. ആ 14 സിംഗിൾ ക്രോഷ്യ 2 ലെഗിലും ചെയ്യുക. പിന്നെ ആ ചെയിൻ വരുന്ന സ്ഥലങ്ങളിൽ, അതായത് ചെയിൻ വരുന്ന സ്ഥലത്ത് 3 ചെയിനാണ് നമ്മൾ കണക്ട് ചെയ്യാൻ എടുത്തത്. ആ 3 ചെയിനിലും 3 സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുത്താൽ ഇതിങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇപ്പോൾ ടോട്ടലി നമ്മുടെ ലെഗിൻ്റെ പോർഷനും ഈ ഒരു ബോഡിയുടെ പോർഷനും മൊത്തത്തിൽ കവർ ചെയ്ത് നമുക്ക് കിട്ടുന്ന സ്റ്റിച്ചസ് എന്ന് പറയുന്നത് 34 സ്റ്റിച്ചസ് ആണ്. പിന്നെ സ്റ്റിച്ച് മാർക്കർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം തുടക്കം എവിടെയാണെന്ന് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ മേക്ക് ഷുവർ സ്റ്റിച്ച് മാർക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ ഈ ഒരു ഡോളിൻ്റെ ഡ്രസ്സ് ചെയ്ത ട്യൂട്ടോറിയൽ വീഡിയോയിലും ഷോർട്സിലും പറഞ്ഞിരുന്നു. ഈ ഡ്രസ്സിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 2 ടൈപ്പ് പാറ്റേൺസ് ഇടവിട്ട് വന്നിട്ടാണ് ഒരു പാറ്റേൺ ആക്കിയിട്ടുള്ളതെന്ന്. അതേപോലെ തന്നെയാണ് ഈ ഒരു ഡോളിൻ്റെ ബോഡി പോർഷനിലും 2 ടൈപ്പ് അങ്ങനത്തെ ആ ഡ്രസ്സിൻ്റെ സെയിം മോഡൽ പാറ്റേൺ തന്നെയാണ് ഇടവിട്ട് വന്നിട്ടാണ് ഈ ഒരു ഡോളിൻ്റെ പാറ്റേണും വന്നിരിക്കുന്നത്. നെക്സ്റ്റ് റൗണ്ടിൽ വരുന്നത് 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 16 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 10 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പാറ്റേൺ തന്നെ ഇനി നെക്സ്റ്റ് വരുമ്പോൾ 11 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നുള്ള ഒറ്റ പാറ്റേൺ ആവും. ദെൻ എഗെയിൻ നേരത്തെ ഞാൻ പറഞ്ഞ 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അങ്ങനെ ഒരു പാറ്റേൺ ഇങ്ങനെ ഇടകലർന്നാണ് ഈ ഒരു മിഫിയുടെ ബോഡിയും ഡ്രസ്സും വരുന്നത്. എന്തായാലും പാറ്റേൺ വിത്ത് സ്റ്റിച്ചസിൻ്റെ എണ്ണം ഞാൻ കറക്റ്റായിട്ട് താഴെ കൊടുക്കുന്നുണ്ട്. അത് നോക്കി കറക്റ്റായിട്ട് എൻ്റെ കൂടെയോ അല്ലെങ്കിൽ പിന്നീടോ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീടോ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ക്രോഷ് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതും അതേപോലെ തന്നെ ഭയങ്കര മെനക്കേടാണല്ലോ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഈ അമിഗുരുമി എന്ന് പറയുന്നത്. ക്ഷമയില്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഡോളാണല്ലോ. ഡോൾ നമുക്കെന്നും വീക്ക്നെസ് ആയതുകൊണ്ട് ഇത് എപ്പം തീരും, പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ചെയ്യുന്ന വർക്കിൽ എനിക്ക് ക്ഷമ കാണിക്കാൻ പറ്റില്ല. എനിക്കത് തീർത്തിട്ട് പെട്ടെന്ന് തന്നെ നീക്കണം, പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ളൊരു ആക്രാന്തമായിരിക്കും. അതേപോലെ തന്നെ എനിക്കിത് കുറച്ച് സ്ട്രെയിൻ കൂടുതലുള്ള പരിപാടിയാണ് എന്ന് തോന്നാനുള്ള കാരണം ഇതിൻ്റെ പാർട്സ് ജോയിൻ ചെയ്യുന്ന പരിപാടി, ഇത് സ്റ്റിച്ച് ചെയ്ത് എല്ലാം ജോയിൻ ചെയ്യുന്നത് എനിക്കെന്തോ ഭയങ്കര, എനിക്ക് ഈ പ്രോസസ്സിലെ ഒട്ടും താല്പര്യം കുറവുള്ള ഒരു പോർഷനാണത്. നിങ്ങൾക്ക് ഏത് പോർഷനാണ് അമിഗുരുമി ചെയ്യുമ്പം ചെയ്യാൻ അത്ര താല്പര്യം ഇല്ലാത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിതെല്ലാം ജോയിൻ ചെയ്ത് വെക്കുന്ന ആ ഒരു സ്റ്റിച്ചിങ് പരിപാടി അത്ര താല്പര്യമില്ലാതെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് കാണണമല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ എന്ന് വിചാരിച്ച് മാത്രം വരുന്ന ദേഷ്യം കടിച്ചമർത്തി ഞാനതങ്ങ് ചെയ്യും. പക്ഷെ ഒരു ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ്. ബൈ ദ വേ ഞാൻ പറയാൻ മറന്നുപോയി, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പാണ്, ഒരു ടൂണിക്സിൻ്റെ ടോപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയും ട്യൂട്ടോറിയൽ കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. ലോക്കലായിട്ടുള്ള യാൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അക്രലിക്കിൻ്റെ ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു ഡോൾ ചെയ്തതിന് എനിക്ക് കിട്ടിയ ഒരു പാഠം, ഒരു പണി ഞാൻ പറഞ്ഞു തരാം. അത് പണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര ശതമാനം അത് പ്രശ്നമാണ് എന്ന് എനിക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ പറയാം. നമ്മൾ ഈ ഒരു ഡോളിന് വേണ്ടി ചെയ്തിട്ടുള്ള ആക്സസറീസ് നമ്മൾ ഡിസൈറിൻ്റെ അക്രലിക്കിൻ്റെ യാണിലാണ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ഫോൺസ്, ഇതിൻ്റെ ബാഗ്, ഡ്രസ്സ് എല്ലാം തന്നെ. പക്ഷെ നമ്മൾ ഡോള് ചെയ്തത് നമ്മൾ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അക്രലിക്കിൻ്റെ യാൺ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 യാൺസിൻ്റെയും വലിപ്പം വ്യത്യാസമുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മിഫിയുടെ ഉടുപ്പിനകത്ത് 2 പേരെ കയറ്റാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഒരു ചെറിയ പടി കിട്ടി. ഡ്രസ്സ് ഇപ്പോൾ ഇട്ട് നോക്കുമ്പോൾ ഇവക്ക് പാകമാകുന്നില്ല. സോ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് വലിപ്പത്തിലുള്ള യാൺ തന്നെ ഡ്രസ്സിനും അതേപോലെ തന്നെ ആ ഡോളിൻ്റെ രൂപത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. എന്നെപ്പോലെ 2 വലിപ്പത്തിലുള്ളത് ചെയ്യാൻ പോയാൽ 2 ഡോള് കയറ്റാനുള്ള ഡ്രസ്സിൻ്റെ വലിപ്പം കിട്ടും. എന്തായാലും നമ്മളിത് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ അതിൻ്റെതായ എല്ലാ മാന്യതയിലും കൊടുക്കണമല്ലോ. മാക്സിമം ഇത് എങ്ങനെ ചെറുതാക്കാമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്.
എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒട്ടും മോശമാകാത്ത രീതിയിൽ തന്നെ നമ്മളിത് ഗിഫ്റ്റ് ചെയ്തിരിക്കും. പിന്നെ ഈ ഗിഫ്റ്റ് ഗീവ് അവേസ് ഒക്കെ കിട്ടുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരുപാടൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ആകെ ഒരു ഗീവ് അവേ കൊടുത്തിരുന്നു. ദയവ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് അയക്കുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് ഒരു കുറച്ച് റെസ്പോൺസിബിലിറ്റി നമ്മളോടും കാണിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. കാരണം നമുക്കത് ഉണ്ടായില്ല. സോ ഇനി അങ്ങോട്ടുള്ള ഗീവേഴ്സിലോ ഗിഫ്റ്റിലോ നമ്മൾ ഇതേപോലെ അയക്കുന്ന സാധനം ഞാൻ എന്തായാലും അയക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസ് തരാനുള്ള ഉത്തരവാദിത്വം അതുവരെ എനിക്കുണ്ട്. സാധനം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഉത്തരവാദിത്വം കാണിക്കേണ്ടത് നിങ്ങളാണ്. സോ ഓഫ് കോഴ്സ് എനിക്കിത് കിട്ടി എന്ന് നിങ്ങളും കൂടെ ഒന്ന് അറിയിച്ചാൽ നല്ലതായിരിക്കും. എന്തായാലും അടുത്ത 5 മുതൽ 9 വരെയുള്ള റൗണ്ട്സ് നമുക്ക് 42 സിംഗിൾ ക്രോഷേസ് ആണ് ഇപ്പോൾ ഉള്ളത്. ആ 42 സിംഗിൾ ക്രോഷേസും അതേപോലെ തന്നെ മേലോട്ട് തിരിച്ചു പോവുക. ഇതാണ് നമ്മുടെ മിഫിയുടെ ഏറ്റവും വണ്ണമുള്ള, അതായത് നല്ല വലിപ്പത്തിൽ നിൽക്കുന്ന പീക്ക് പോയിന്റ്. ഇനി ഇതിന് ശേഷം താഴേക്ക് നമ്മൾ ഡിക്രീസ് ചെയ്ത് തുടങ്ങുകയാണ്. അത് ഒറ്റയടിക്ക് ഡിക്രീസ് അല്ല, നമ്മളിപ്പോൾ ഇൻക്രീസ് ചെയ്ത് വന്നതുപോലെ തന്നെയാണ്. 6 സിംഗിൾ ക്രോഷേ ഡിക്രീസ്, 6 സിംഗിൾ ക്രോഷേ 3 വട്ടം, ദെൻ 11 സിംഗിൾ ക്രോഷേ ഡിക്രീസ്, അഗെയിൻ 5 സിംഗിൾ ക്രോഷേ ഡിക്രീസ്, 5 സിംഗിൾ ക്രോഷേ. ഈ 2 ടൈപ്പ് പാറ്റേൺസ് ഇടകലർന്ന് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് നമ്മുടെ മിഫി ഡോളിന്റെ ഹെഡിന്റെ പോർഷൻ എത്തുമ്പോൾ ഇതൊരു കുഞ്ഞ് റൗണ്ട് ആയിട്ട് മാറും. പിന്നെ നമ്മുടെ സമ്മർ ലവ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കോട്ടൺ ഞാൻ വാങ്ങിയിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാമോ എന്ന് നമുക്കൊരു കമന്റ് വന്നിരുന്നു. ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുള്ളതാണ്. 68 റുപ്പീസ് ആയിരുന്നു. ഞാൻ വാങ്ങിക്കുന്ന ടൈമിലൊക്കെ പെർ പീസായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആമസോണിൽ അത് മിനിമം ക്വാണ്ടിറ്റി 3 ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 എണ്ണം വാങ്ങിയാലേ കിട്ടുള്ളൂ. നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ സ്ഥിരം കാണുന്നതല്ലേ. സോ ഞാൻ ആമസോണിൽ നിന്ന് റീസെൻ്റ്ലി ഒന്നും തന്നെ പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ ലാസ്റ്റ് ചെയ്ത ആ ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് ഡിസയറിൻ്റെ അക്രലിക് യാൺ മാത്രമാണ് ഞാൻ റീസെൻ്റ്ലി വാങ്ങിയത്. വേറെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അന്ന് ഞാൻ വാങ്ങിച്ച ടൈമിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ സ്റ്റാറ്റസ്. എന്തായാലും കോട്ടൺ യാൺ സമ്മർ ലവിൻ്റെ സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാ ഷെയ്ഡും ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയ സമയത്തിനേക്കാൾ കൂടുതൽ ഷെയ്ഡൊക്കെ ഇപ്പോൾ ഉണ്ട്. പിന്നെ ആമസോണിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ആമസോണിൻ്റെ ഹോം പേജിൽ ആമസോൺ ബസാർ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിനിമം ക്വാണ്ടിറ്റി അവിടെ ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് ഒരെണ്ണമായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ 68 റുപ്പീസിൽ ഒരു ബണ്ടിലായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. ആമസോണിൽ തന്നെയാണ് ആ ഒരു പേജും വരുന്നത്. അവിടെ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കോളൂ. കാരണം എനിക്ക് ഉറപ്പില്ല ഇപ്പോൾ അതും മിനിമം ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ടോയെന്ന്. എന്തായാലും അവിടെ സമ്മർ ലവ് ബ്രാൻഡിൻ്റെ കോട്ടൺ യാൺസ് ഞാൻ 68 റുപ്പീസിന് ആമസോണിൽ സ്റ്റിൽ 3 ക്വാണ്ടിറ്റി മിനിമം കാണിക്കുന്ന ടൈമിൽ ഞാൻ അവിടുന്ന് പെർ പീസ് 68 റുപ്പീസിന് വാങ്ങിയിട്ടുണ്ട്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല കംഫർട്ടാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ. പക്ഷേ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ആ ഒരു ഇതല്ല, കുറച്ച് രോമമൊക്കെ പൊങ്ങുന്ന ടൈപ്പാണ്. എങ്കിലും അത്യാവശ്യം പെയ്ഡ് വർക്ക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന യാൺ തന്നെയാണ് കേട്ടോ ഈ സമ്മർ ലവിൻ്റെ. ഞാൻ അത് വെച്ചിട്ട് അമിഗുരുമി ചെയ്തിട്ടുണ്ട്, ഡ്രസ്സും ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടിയ യാൺസാണ് ഇത് രണ്ടും. നമ്മുടെ ആ ഫസ്റ്റ് ഗീവ് അവേ ഇല്ലേ ബാഗിൻ്റെ, ആ വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോഴും എനിക്ക് കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കമൻറ്റ് ചെയ്യുന്നവർ ഒന്ന് പ്രൊഫൈലിൽ കയറി ഇത് കഴിഞ്ഞ ഗീവ് അവേ ആണോ, ഇതിൻ്റെ വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാതെ പോലും ആണെന്ന് തോന്നുന്നു അവർ കമൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുവരെ ഗീവ് കിട്ടിയിട്ടില്ല, എനിക്ക് തരുമോ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് ഞാനും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത്രയും കമൻസ് ഹൈഡായി കിടക്കുന്ന കാര്യം ഞാൻ തന്നെ അറിയുന്നത്. യൂട്യൂബിൽ ഇത്രയും കമൻസ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അത്യാവശ്യം കുറേ കമൻസ് കാണിക്കുന്നുണ്ടെങ്കിലും ഇത്രത്തോളം കമൻസ് ആ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കാണുന്നത് കഴിഞ്ഞ ദിവസം യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. എന്തായാലും ആരും വിഷമിക്കണ്ട. ഇതിൽ എനിക്ക് എല്ലാവർക്കും ഗിവ് തരാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. കിട്ടാത്തവർക്കെല്ലാം കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും കുറച്ചൊക്കെ ആളുകൾക്ക് നമ്മുടെ ചാനലിൽ നിന്നും ഞാൻ ഇതേപോലെ തന്നെ ഗിഫ്റ്റായിട്ടും എന്തെങ്കിലും ഗിവേസ് ഒക്കെ വെക്കുന്നുണ്ട്. സോ എല്ലാവരും ഡിസപ്പോയിൻ്റ് ആവണ്ട, ട്രൈ ചെയ്ത് നോക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ. ഇതൊന്നും അല്ലാതെ നമ്മുടെ ചാനലിൽ ഒരു സ്ട്രൈക്കിംഗ് ഗിവ് അവേ ഉടനെ വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വരുത്തും ഞാൻ. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്ന ദിവസം അന്ന് നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ കൊടുക്കും. അത് ഈ ക്രോഷ്യ പ്രൊഡക്ട്സ് അല്ല കേട്ടോ, നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ക്രോഷ്യേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. യാൺസ് ആണ്. ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ടെന്നറിയാം. ഈ ഒരു വിദ്യ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. സോ അങ്ങനെയുള്ളതിൽ നിന്ന് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ യാൺസ് ഗിവ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വാങ്ങിക്കുന്നത് അറിയാലോ,
എനിക്കും ഇതൊരു സൈഡ് ബിസിനസ്സാണ്, ഏണിങ്സ് ആയിട്ടില്ല. സോ അത് എനിക്ക് തന്നെ വാങ്ങിക്കാൻ തികയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ വാക്കുകളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കൂ. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഗിഫ്റ്റ് ആയിക്കോട്ടെ, ഗീവ് അവേ ആയിക്കോട്ടെ, അത് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നമുക്ക് ഇതിലേക്ക് ചൂഴ്ന്നിറങ്ങി നോക്കാനൊന്നും പറ്റില്ലല്ലോ, മനുഷ്യന്റെ കാര്യമല്ലേ. സോ അങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അതങ്ങ് ഒരാളെ സെലക്ട് ചെയ്യുന്നു, അത്ര തന്നെ. പിന്നെ ഏറ്റവും അത് അത്രയ്ക്ക് ആവശ്യപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത്രയും സന്തോഷം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡെലിവറി ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ക്രോഷേ പഠിക്കുന്നത്. അതും എൻ്റെ ഡെലിവറി എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. സിസേറിയൻ ആയിരുന്നു. സോ ജനിച്ച് പിറ്റേ ദിവസം തന്നെ കുഞ്ഞിനെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി. കുഞ്ഞിന് വേരിയേഷൻ ഹാർട്ടിലുണ്ടായതുകൊണ്ട് ഉടനെ തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പിന്നെ സാധിച്ചില്ല. സോ ഞാനും അവളുടെ പുറകെ തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോയി. അവിടെ ചെന്നിട്ടും സിസേറിയൻ കഴിഞ്ഞ ഒറ്റ ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ എന്നെ ICUവിലേക്ക് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ എന്നെ അവിടെ ഗൈനക്കിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് പിന്നീട് കുഞ്ഞിനെ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതെന്നോട് ആരും പറഞ്ഞില്ല. സോ സിസേറിയൻ കഴിഞ്ഞ് 4th ഡേ ഞാൻ എൻ്റെ സ്റ്റിച്ചെല്ലാം പൊട്ടിച്ച് നടന്ന് കാണിച്ചു. എല്ലാം കഴിഞ്ഞു ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പോയതാണ്. പിന്നെ ഞങ്ങൾ ആ ഒരു 1 മന്തോളം ട്രിവാൻഡ്രത്ത് ഞാൻ കുഞ്ഞുമായിട്ട് ICUവിലായിരുന്നു. അവിടുത്തെ ആശുപത്രിവാസം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് വീട്ടിൽ വന്നതിന് ശേഷമാണ് എൻ്റെ റിലേ ഒന്ന് സെറ്റാവുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ അത്രയും നാളും റെസ്റ്റ് എടുക്കാത്തതിൻ്റെ എല്ലാം പാരൻസിനെയും പോലെ തന്നെ ഇനി കിടന്നോ അങ്ങനെ കിടന്നപ്പോൾ ഞാൻ പഠിച്ച ഒരു വിദ്യയാണ് ക്രോഷ്യ. അങ്ങനെ വെറുതെ കിടന്ന് ഒന്നും ചെയ്യാതെ കണ്ടുപിടിച്ചൊരു സാധനമാണ് ക്രോഷ്യ എന്ന് പറയുന്നത്. ഇതെങ്ങനെ എന്നിലേക്ക് വന്നെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ സെർച്ച് ചെയ്തതൊന്നുമല്ല, എങ്ങനെയോ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഇന്ന് വരെ ഈ ഒരു വാക്ക് കേട്ടിട്ട് പോലുമില്ല. ആകെ ഇങ്ങനെ നിറ്റ് ചെയ്യും ആളുകൾ, അത് പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ അമ്മൂമ്മമാര് നിറ്റ് ചെയ്യുന്ന, അതറിയാം നിറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള. അല്ലാതെ ഈ ക്രോഷ്യ എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഹൂക്ക്, ഇതിൻ്റെ യാൺസ് ഒന്നിനെ പറ്റി എനിക്കറിയില്ലായിരുന്നു. നല്ല രീതിയിൽ പഠിച്ചു എന്ന് എനിക്ക് ബോധ്യമായപ്പോൾ, പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയാലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് നാൾ ഞാൻ കടന്നുപോയി. മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. കാരണം നമുക്ക് ഈ റെസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം അത്ര അങ്ങനെ സുഖമായിട്ടുള്ളൊരു സാധനമല്ല. കുഞ്ഞിന് മരുന്നൊക്കെ കൊടുക്കുന്നത് രാത്രി 2 മണിക്കൊക്കെയാണ് അവളുടെ ടൈം ഹോസ്പിറ്റലിൽ അവർ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. സോ ഓൾറെഡി നമുക്ക് നല്ല ഉറക്കം വേണ്ട സമയത്ത് നമ്മൾ ഉറക്കം എല്ലാം നഷ്ടപ്പെട്ട് നടന്നതിന് ശേഷം വീണ്ടും ഉറക്കം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ച് എനിക്ക് വേണ്ടിയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം കൊണ്ടും വട്ടായ ഒരു സമയമായിരുന്നു അത്. പിന്നീട് എപ്പോഴോ ഞാൻ ഒന്ന് തുടങ്ങി വെച്ചു. പക്ഷേ തുടങ്ങി വെച്ചത് എനിക്ക് പൂർത്തിയാക്കാനും സാധിച്ചില്ല. അപ്പോഴേക്കും കുഞ്ഞിന് സീരിയസ് ആയിട്ട് പിന്നെ സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും ഒരു 3-4 മാസത്തോളം ഞാൻ വീണ്ടും ഇതിൽ നിന്നൊക്കെ മാറി. അതിനുശേഷം പിന്നീട് അവൾ ഓക്കെ ആയി, അവളുടെ മെഡിസിൻസ് എല്ലാം കറക്റ്റായിട്ട് അവർ കുറച്ചു, എല്ലാം നിർത്തി എന്നതിന് ശേഷം മാത്രമാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചത്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചത് ഇനി എനിക്ക് എല്ലാത്തിലേക്കും തിരിച്ചു പോകാൻ പറ്റില്ല, ഞാൻ പഠിച്ചതും എല്ലാം നിന്ന് പോയി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ സാഹചര്യങ്ങൾ ദൈവം മനസ്സിലാക്കി കൂടെ നിൽക്കും എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അപ്പോൾ തോന്നി. എനിക്കെന്തോ മുൻപേ മുതലേ അറിയാവുന്ന ഒരു കാര്യം ചെയ്യുന്നത് പോലെ അത്ര ലാഘവത്തോടെയായിരുന്നു ഞാൻ ക്രോഷ്യ ചെയ്തു തുടങ്ങിയത്. സോ ഇത് പഠിച്ചിട്ടും ചെയ്യാൻ പറ്റാതെ പോയത് എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിൽ, ഇതേപോലെ തന്നെ ബഡ്ജറ്റ് ഇഷ്യൂ, മറ്റു പല കേസുകളിലും ഉള്ള മറ്റു പല സാഹചര്യങ്ങളിലും ഇത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗീവ് അവേയുടെ കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചത്. കാര്യങ്ങൾ പറഞ്ഞു പോയി, നമ്മുടെ പ്രോജക്റ്റ് വേറെ ഏതോ ലോകത്തെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയേഴ്സ് ആണ്. മിഫിയുടെ ഇയേഴ്സ് അറിയാലോ, ചെറിയ രീതിയിൽ ഉരുണ്ട് വന്നിട്ട് പിന്നെ കോല് പോലെ നീളത്തിലാണ് പോകുന്നത്. സോ അതിന്റെ പാറ്റേണും അതേപോലെ വളരെ സിമ്പിളാണ്. MRൽ 5 സിംഗിൾ ക്രോഷ്യ മതി കേട്ടോ. ദെൻ ഇൻക്രീസ് ചെയ്യുക, 5-10 ആക്കുക. ദെൻ അടുത്ത 3 മുതൽ 10 വരെയുള്ള റൗണ്ട് 10 സിംഗിൾ ക്രോഷ്യേഴ്സ് തന്നെ കണ്ടിന്യൂസ് വട്ടത്തിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഒരു കുഴൽ പോലെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അറ്റ് ദ എൻഡിൽ മാത്രം ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് റൗണ്ടിൽ 8 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
ഈ ഒരു പാർട്ടും നമുക്ക് 2 ചെവി വേണമല്ലോ. സോ 2 സെയിം പാറ്റേണിൽ തന്നെ ചെയ്തെടുക്കണം. ഈ ഒരു അക്രലിക് യാണി ചെയ്തിട്ട് ഡ്രസ്സ് സ്യൂട്ടായില്ല എന്നുള്ളൊരു പണിയല്ലാതെ എനിക്കിത് ഡോളായിട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൽ വർക്ക് ചെയ്തിട്ട് കേട്ടോ. നല്ല പഫിയാണ്, ഭയങ്കര സ്മൂത്താണ്, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ മറ്റൊരു വലിപ്പത്തിലുള്ള യാണിൽ ഡ്രസ്സ് ചെയ്തതുകൊണ്ട് അത് സ്യൂട്ടായില്ല എന്നുള്ള ഒരൊറ്റ പണി മാത്രമേ കിട്ടിയുള്ളൂ. അല്ലാതെ ഈ യാൺ മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. വളരെ നല്ല യാണാണ്. ഇനി നെക്സ്റ്റ് പോർഷൻ നമ്മൾ ചെയ്യുന്നത് ഹാൻഡ്സ് ആണ്. ഇതും സെയിം പാറ്റേണിൽ തന്നെ 2 പീസസ് ഉണ്ടാക്കിയെടുക്കുക. ഫസ്റ്റ് റൗണ്ട് MRൽ 6 സിംഗിൾ ക്രോഷ്യസ് ചെയ്യുക. ദെൻ അത് ഇൻക്രീസ് ചെയ്യുക. പിന്നീട് 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 3 വട്ടമായിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്ത് പോവുക. ദെൻ 4 മുതൽ 11 വരെ 15 സിംഗിൾ ക്രോഷ്യ നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക. ദെൻ 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ദെൻ 12 സിംഗിൾ ക്രോഷ്യ അറ്റ് ലാസ്റ്റ് റൗണ്ട്. ഇത് താഴെ എഴുതി കാണിക്കുന്നത് കൂടാതെ ഞാൻ ഇങ്ങനെ വായിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എഴുതിയെടുക്കുന്നവർക്ക് അതൊരു എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. 3 റൗണ്ട് വരെ വരുന്ന വലിപ്പത്തിലാണ് നമ്മൾ ഈ ഒരു മിഫിയുടെ ഹാൻഡിന്റെ ബേസ് നമ്മൾ ചെയ്യുന്നത്. അവിടുന്ന് 4 മുതൽ പിന്നെ 13 വരെയും ആ ഒരു കുഴൽ പോലെ നീളത്തിലുള്ള ഷേപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കൊച്ചു കുട്ടികൾ ക്രോഷ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 11 വയസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം തോന്നുന്നു. എൻ്റെയൊക്കെ 28ാമത്തെ വയസ്സിൽ ഞാൻ പഠിച്ചൊരു സാധനം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോഴേ പഠിച്ച് അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. അവരെയൊക്കെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം. ഇതൊന്ന് പഠിച്ചെടുത്ത് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇപ്പോഴേ അവരൊക്കെ ഒരു ബിസിനസ് ലെവലിലേക്ക് പലരും എത്തിയിട്ടുണ്ടാവും. അതൊക്കെ വളരെ നല്ല കാര്യമല്ലേ. സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ അടുത്ത്, അതിപ്പോൾ പാരൻസിൻ്റെ അടുത്ത് ആയിക്കോട്ടെ ആരുടെ അടുത്ത് ആയിക്കോട്ടെ, നമുക്ക് കൈനീട്ടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സ്വന്തം കാര്യങ്ങൾക്ക് സ്വന്തമായിട്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഇപ്പോൾ അവർക്കുണ്ടാവുള്ളൂ. എങ്കിലും ആ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മൊത്തത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരും ഏണിങ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളത് അവർക്ക് വളരെ പ്രൗഡായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എനിവേ കണ്ടിന്യൂ ചെയ്യുക. ഇനിയും ഇതൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ പഠിക്കുക, മുന്നോട്ട് വരിക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ക്രോഷ്യ ഹൂക്ക് ഞാൻ പല വീഡിയോസിലും കൊളുത്തിയിടുന്നത് കാണുമ്പോൾ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, ഇതെന്താ ഈ ഒരു പിന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിയിടുന്നതെന്ന്. അത് അറിയാത്ത ആളുകളായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ളവർക്കും ഈ ഒരു സാധനം കയ്യിലില്ലാത്തവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റിച്ച് മാർക്ക് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഉണ്ടെങ്കിൽ തന്നെയും എന്താണ് ഗുണം, ഇനി അതില്ല പകരം മറ്റെന്തൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ അത് ഡീറ്റെയിൽസ് എനിക്കറിയാവുന്ന സൊല്യൂഷൻ വെച്ചിട്ട് ഞാനത് സോൾവ് ചെയ്ത് തരാം. നമ്മൾ ഈ ഒരു ഡോളിൻ്റെ ഗെസ്സിങ് സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആരാണ് മിഫിയാണ് എന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്തെന്നറിയോ? ഞാൻ ആ ആളെ കറക്റ്റായിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇതാണ് ആള്. ആൾ ആദ്യം തന്നെ കറക്റ്റായിട്ട് ഗസ് ചെയ്യുകയും ചെയ്തു. പിന്നീടുള്ള വീഡിയോസിൽ റിപ്ലൈ തരാമോ, ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ഇത് പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് എന്നൊക്കെ പറയുകയും ചെയ്തു. എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ സോറി, എനിക്ക് റിപ്ലൈ തരാൻ പറ്റാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിരുന്നു, ഞാനിത് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഞാൻ റിപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണെന്ന്. അങ്ങനെ ഞാൻ കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗസ്സിങ് അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് തുടരെ നമുക്ക് വരുന്ന കമൻസ് മുഴുവനും മിഫി എന്നായിരിക്കും. ഇതിൽ കറക്റ്റായിട്ട് ഗസ് ചെയ്ത് പറയുന്നവരാരാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് എന്നുള്ള കമൻറ്റ് കണ്ടിട്ട് മിഫി ആണെന്ന് പറയുന്നവരാരാണ് എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയാം? സോ കറക്റ്റ് ആൻസർ പറഞ്ഞ ഒരാൾക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നിർവാഹമില്ല. ഞാൻ എന്താണ് അവരോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്യാതിരുന്നത്. മിഫി ആണ് ഇത് കറക്റ്റ് ആൻസർ എന്നും പറയാൻ പറ്റില്ല, അല്ല എന്നും പറയാൻ പറ്റില്ല. അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അവരെ ഇതിലേക്ക് എഫോർട്ട് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് പോലെയാകും. മിഫി അല്ലെങ്കിൽ വേറെ എന്താണ് എന്നവർ വീണ്ടും ചിന്തിച്ചു പോകും. സോ അതും തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നിശബ്ദത പാലിച്ചത്. സോ മാമനോടൊന്നും തോന്നരുത്. എനിവേ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ മിഫി ഡോളിൻ്റെ ലാസ്റ്റ് പോർഷനാണ്, ഹെഡിൻ്റെ പോർഷൻ. ഇതിന് നമുക്ക് റൗണ്ട് ഫസ്റ്റിൽ വരുന്നത് MRൽ 6 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ്. ടോട്ടൽ നമുക്ക് 22 റൗണ്ടാണ് ഈ ഒരു ഹെഡിൻ്റെ പോർഷനിൽ വരുന്നത്. മിഫിയുടെ ഹെഡ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അതുകൊണ്ടാണ് 22 റൗണ്ട് വന്നേക്കുന്നത്. സോ 6 സിംഗിൾ ക്രോഷ്യ MRൽ ചെയ്തതിന് ശേഷം അതൊന്ന് ഇൻക്രീസ് ചെയ്യുക. ദെൻ പയ്യെ പയ്യെ നമുക്ക് താഴേക്ക് ഇൻക്രീസ് ചെയ്ത് വരാം.
ഈ ഒരു ഹെഡിന്റെ പാറ്റേണിൽ അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ ജനറലി കാണാറുള്ള ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, ദെൻ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, സിംഗിൾ ക്രോഷേ, ദെൻ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, ദെൻ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷേ, 5 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ദെൻ 10th റൗണ്ട് മുതൽ നമ്മൾ ആ ഒരു ഹെഡിന്റെ ബേസ് നിർത്തുകയാണ്. 9th റൗണ്ടിൽ നമുക്ക് വേണ്ട വലിപ്പം കിട്ടിയതിന് ശേഷം 10th മുതൽ 16th റൗണ്ട് വരെ നമ്മൾ താഴേക്ക് ആ ഒരു കുഴിവിന്റെ ഷേപ്പിലേക്ക് ഇത് മാറ്റും. ദെൻ 17th മുതൽ ലാസ്റ്റ് 22 റൗണ്ട് വരെ നമ്മൾ ഡിക്രീസ് തന്നെ ചെയ്തു വന്ന് ലാസ്റ്റ് നമ്മൾ യാൺ കട്ട് ചെയ്യുന്നു. സോ ഇനി അടുത്തൊന്നും നമ്മൾ അമിഗുരുമി ഡോളിന്റെ പ്രോജക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ. ഡ്രസ്സ്, ടോപ്പുകൾ, അല്ലെങ്കിൽ ബൊക്കെ, ഫ്ലവർ ബൊക്കെ, ബ്ലാങ്കറ്റ് ഇല്ലേ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫ്ലവർ ബൊക്കെ ബ്ലാങ്കറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ വർക്കായിരുന്നു. അത് ഞാൻ ചെയ്തതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അല്ലാതെ നമ്മൾ യൂട്യൂബിൽ ഇതുവരെ നമ്മൾ ട്യൂട്ടോറിയൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം മുതലേ ഇതൊക്കെ കമന്റ്സിൽ റിക്വസ്റ്റ് വരുന്നതാണ്, ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന്. സോ ഇനി അവരെ ഒന്ന് നമുക്ക് ഡിസപ്പോയിന്റ് ചെയ്യണ്ട, നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചില സമയത്ത് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ, പരസ്പരം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് നമുക്ക് തന്നെ കേൾക്കുന്ന ഒരു എക്കോ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഫോണിലൂടെ അല്ലാതെ നേരിട്ട് ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ആ ഒരു ഇൻഫെക്ഷൻ ഇയറിൻ്റെ പ്രോബ്ലം, അത് എൻ്റെ ഇയേഴ്സ് രണ്ടും ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് തന്നെ വളരെ ബോക്സിലൂടെയൊക്കെ ഇങ്ങനെ ബൂസ് ബൂസ് ആ ഒരു ഒച്ചയിലാണ് എനിക്ക് കേൾക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ശീലമായെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ എനിക്ക് സംസാരിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ദേഷ്യം വരുമായിരുന്നു, ഒച്ച വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പം ഇതിങ്ങനെ ശീലമായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു പേടി. ഇതുവരെ ചെവിയുടെ ബ്ലോക്ക് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അതിൻ്റെയാണ് ഈ ഇടയ്ക്കുള്ള ടൈമും പോസിങ്ങും ഒക്കെ ഉണ്ടാവുന്നത്. ഇന്നലെ ലൈവിൽ ഈ ഒരു പ്രശ്നം വെച്ചുകൊണ്ടാണ് ഞാൻ ലൈവ് അറ്റൻഡ് ചെയ്തത്. ഓൾറെഡി നെർവസ് ആണ്. ദെൻ ഈ ഒരു ഇഷ്യൂവും കൂടെ ആകുമ്പോൾ പിന്നെ പറയേ വേണ്ടല്ലോ. അടിപൊളിയായിരുന്നു. ആരൊക്കെയോ എന്നോട് വെള്ളമൊക്കെ കുടിക്കാനാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വീഡിയോയിൽ ലൈവിൽ ആളുകൾ കമൻറ്റ് ചെയ്യുന്നത്, ലൈവായിട്ട് ഇടുന്ന കമൻറ്റ്സ് എനിക്ക് മലയാളത്തിലല്ല കാണിക്കുന്നത്. അവർ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ എനിക്കത് ഇംഗ്ലീഷിലാണ് കാണിക്കുന്നത്. അവർ മലയാളത്തിൽ ടൈപ്പ് ചെയ്തൊരു സാധനം ഇംഗ്ലീഷ് എനിക്കത് കൺവേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് അല്ലത് വരുന്നത്. ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കും വേറെ എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് എഴുതാൻ അറിയാത്ത ഒരാൾ എഴുതിയത് കണക്കാണ് എനിക്ക് തോന്നുന്നത്. സോ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും അത് എൻ്റെ പ്രോബ്ലം. എനിക്കത് കൺവേർട്ട് ചെയ്യാനായിട്ട് ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ എൻ്റെ ലൈവിൽ കാണിക്കുന്നില്ല. മേ ബി നിങ്ങളുടെ കമൻറ്റിൽ ആ ഒരു ഇഷ്യൂ മാറ്റാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുക. ഇനി അതല്ല എൻ്റെ ലൈവിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അതായത് നിങ്ങളിടുന്ന ലൈവിൽ വരുന്ന കമൻറ്റ്സ് നിങ്ങൾ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ എനിക്കത് ആക്ച്വൽ മലയാളത്തിൽ തന്നെ കാണാനുള്ള ഓപ്ഷൻ ഇല്ല. അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ടഡ് ആയിട്ടാണ് എനിക്ക് വരുന്നത്. സോ അത് മലയാളത്തിലാക്കാൻ നിങ്ങളുടെ കയ്യിലാണ് ഓപ്ഷൻ ഉള്ളത്, എൻ്റെ കയ്യിലാണ് ഓപ്ഷൻ ഉള്ളതെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിലാണ് ഓപ്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ എനിക്കത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരിക. പിന്നെ ക്രോഷേ പഠിച്ചിട്ട് വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ഏണിങ്സ് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ ഒരു ചെറിയൊരു ടിപ്പെന്നോ വേണമെങ്കിൽ എന്തെങ്കിലും ഉടായിപ്പെന്നോ എന്ത് വേണേൽ നിങ്ങൾ വിളിച്ചോ, ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ക്രോഷേ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നല്ല ഒരു യാൺ, അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലഷി യാൺ തന്നെ നോക്കി വാങ്ങിക്കുക. അതിൻ്റെ ഹൂക്കും ഉണ്ടാവണം. എന്നിട്ട് നല്ല ഒരു ഡോളിൻ്റെ, നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ഡോളിൻ്റെ പാറ്റേൺ ചെയ്യാം. എന്നിട്ട് അത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, പിന്നെ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ആളുകൾ, ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എവിടെന്നെങ്കിലും ഒരു ഓർഡറെങ്കിലും മിനിമം കിട്ടിയിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാം, ഇത് ഹാൻഡ് മെയ്ഡാണ്. നമ്മുടെ അത്രയും എഫോർട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അത്രയും ടൈമും നമ്മുടെ ക്ഷമയും നമ്മുടെ മറ്റു ജോലികളും മാറ്റിവെച്ച് ചെയ്യുന്നതാണ്, എല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് നല്ല വിലയാണ്. പക്ഷേ ആദ്യം തന്നെ ചാടിക്കേറി ലോകത്തില്ലാത്ത വില പറയരുത്. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നും അവർക്കും അത് ഓക്കെ ആണെന്നുമുള്ള ഒരു പ്രൈസ് ആദ്യം ഫിക്സ് ചെയ്യുക. എന്നിട്ട് അതിനത് കൊടുക്കുക. അതിനുശേഷം വേണം പിന്നീട് നിങ്ങളുടെ ഡിമാൻഡ്, നിങ്ങൾക്കൊരു ബേസ് ആയി, നിങ്ങൾക്ക് ഡിമാൻഡ് ആയി, നിങ്ങളുടെ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഉണ്ട് എന്ന് തോന്നുന്ന ആ ഒരു പൊസിഷനിലെത്തുമ്പോൾ നിങ്ങളുടെ ആക്ച്വൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏതൊരു പ്രൈസിന് കൊടുക്കണമെന്നുള്ളത്
തീരുമാനിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയുന്ന പ്രൈസിന് വാങ്ങിക്കാൻ ആളുണ്ടാവും. സോ ആദ്യം തന്നെ ചാടിക്കേറി ലോകത്തില്ലാത്ത വില പറയാതെ ഇരിക്കുക. എല്ലാവർക്കും ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സും ലൈക്സും പോസ്റ്റ് വ്യൂസും ഒന്നും ഉണ്ടാവണമെന്നില്ല. സോ കൂടുതലും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കായിരിക്കും ഈ ഒരു സാധനം പോവുക. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വില പറയുക. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലിറ്റിൽ ക്രോഷ്യർ. ആള് ക്രോഷ്യ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഞാൻ റൂമിൽ വന്ന് ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. അവൾക്കും കൊടുക്കണം ഒരു ഹുക്കും ഞാനും. ഓ ഓക്കെ, ക്രോഷ്യ ചെയ്യുവാണോ? ക്രോഷ്യ എന്ന് പറയാൻ അറിയില്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം ചെയ്യാൻ അറിയാം കേട്ടോ. ഹൂക്കിട്ട് യാണിൽ 2 കുത്തു കുത്തുക, ദെൻ ആ യാണിട്ട് കറക്കി എടുക്കുക. ഇതാണ് ഞങ്ങളുടെ ക്രോഷ്യ. ഇവളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അത് വാങ്ങിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആള് നല്ല വയലന്റ് ആവും. ഞാൻ ചെയ്യുക എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. 10 ഗുണം 10 ഗുണം. അങ്ങനെയാണ് ഞാൻ ആ കൈപ്പേറിയ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. എൻ്റെ തന്നെ ഒരു ലിറ്റിൽ വെർഷനെയാണ് ഞാൻ ഈ പാലും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതെന്ന്. ഇനി ചിലപ്പോൾ വളർന്നു വരുമ്പോൾ അവളുടെ അച്ഛൻ്റെ ആ ഒരു പാഷനിലേക്ക് ബൈക്ക് റൈഡിങ് അങ്ങനെയും പോകാം. ഇപ്പോഴത്തെ ഒരാഗ്രഹമേ അമ്മയെ പോലെ ആർട്ടിസ്റ്റ് ആകണം എന്നുണ്ടാവുള്ളൂ. അതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വളർന്നു വരുമ്പോൾ കണ്ടറിയാം. നമ്മുടെയൊക്കെ ഈ ക്രോഷ്യയിങ് ലൈഫിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഉണ്ടാവും. നമ്മുടെ പ്രോജക്ട്സ് നമ്മൾ സെയിലിന് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഭയങ്കര വൈറലാവുകയോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് വരികയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. എൻ്റെ ലൈഫിൽ അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ചോദിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങളുടേതായിട്ട് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടെങ്കിൽ, മീൻസ് പാറ്റേണൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കില്ല, എവിടെയെങ്കിലും നോക്കി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ അത് ഭയങ്കരമായിട്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്യുകയും അതിൻ്റെ പ്രൈസ് ചോദിക്കുകയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എൻ്റെ അതൊരു ഗൂസായിരുന്നു. നമ്മുടെ ഫസ്റ്റിലത്തെ വീഡിയോയിലൊക്കെ ഞാനതിനെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ ഒരു ചെറിയ മിനി വെർഷൻ ഇരിപ്പുണ്ട്. ഇതിൻ്റെ വലിയതാണ്. ഞാൻ ആദ്യം വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഗൂസ് എന്ന് പറയുന്ന ഒരു പക്ഷി, ആ ഒരു സാധനത്തിന് ഡ്രസ്സൊക്കെ ഇടിയിച്ച് കഴുത്തൊക്കെ നീണ്ടിരിക്കുന്ന അതൊരു വെറൈറ്റി ആയിരുന്നു. അതുകൊണ്ട് അത് എല്ലാവരും സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്തു വീട്ടിൽ. അങ്ങനെ അതിനൊരുപാട് എൻക്വയറി വന്നു. കുറേ ആളുകൾ വാങ്ങിച്ചു. അതും പിന്നീട് എനിക്ക് അതിലൊരു ബിസിനസ് മൈൻഡ് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ അതിൽ പല പല സൈസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റ് കുറച്ചു കൂട്ടി. ഇതും നിങ്ങൾക്ക് ബിസിനസ്സിന് പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ. നിങ്ങളൊരു പർട്ടിക്കുലർ പാറ്റേൺ എടുത്ത് അത് ഇതേപോലെ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ 10 പേര് ചോദിക്കുന്നതിൽ ഒരു 5 പേരോളം പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞു പോയാൽ അവരെ അങ്ങനെ വിടാതിരിക്കുക. നിങ്ങൾ ആ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ ഒരു മിനിയേച്ചർ വെർഷനും കൂടെ, ഒരു ചെറിയ വെർഷനും കൂടെ ഉണ്ടാക്കുക. എന്നിട്ട് ഈ കൊടുക്കുന്നതിൻ്റെ പാതി വിലയ്ക്ക് ആ ചെറുത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ 10 കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ആരും നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കാതെ പോവുകയില്ല. സോ ഇങ്ങനെയുള്ള ബിസിനസ് ട്രിക്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഇതിൽ ഏണിങ്സ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഗൂസിൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തിരുന്ന ബിസിനസ് ട്രിക്സ് ഇതൊക്കെയായിരുന്നു. ഫസ്റ്റ് വൺ, ഗൂസ് വലുതുണ്ടാക്കി അതിൻ്റെ 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ക്യാപ്പുകൾ യൂസ് ചെയ്ത് തുടങ്ങി. ആ 2 ജോഡി പെയറായിട്ടുള്ള ഡ്രസ്സിനും ക്യാപ്പ് ഞാൻ വെച്ച് തുടങ്ങി. പിന്നീട് ഇതിൻ്റെ സൈസ് ചെറുതാക്കാൻ തുടങ്ങി. അതിനും ഇതേപോലെ തന്നെ പെയർ ഡ്രസ്സും ക്യാപ്പും കൊടുത്തു. പിന്നീട് അതിൻ്റെയും ചെറിയ വെർഷൻ ഉണ്ടാക്കി. അങ്ങനെ 3 സൈസിലുള്ള ഡോൾസ് ഗൂസിൽ തന്നെ ഞാൻ ചെയ്തു. പെയറിങ് ഡ്രസ്സസുമായിട്ട് കൊടുത്തതുകൊണ്ട് അതിനനുസരിച്ചുള്ള റേറ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് എനിക്ക് ബൊക്കെ ബ്ലാങ്കറ്റിൻ്റെ ഒരു ഓർഡർ വരുന്നത്. അത് അത്യാവശ്യം വലിയൊരു ബ്ലാങ്കറ്റ് ആയിരുന്നു, ഒരു മീഡിയം സൈസ്. ദെൻ നമുക്കൊരു ആനയുടെ പ്രോജക്റ്റ് വന്നിരുന്നു. പിന്നെ കുറേ ബ്ലൂ വെയിൽ, കുഞ്ഞു കുഞ്ഞു ഫിഷസിൻ്റെ ഒക്കെ അതും വന്നിരുന്നു. ഇതൊക്കെ ഒറ്റ ഓർഡർ ആയിരുന്നു. അത് വലിയൊരു ഓർഡർ തന്നെയായിരുന്നു. നമുക്ക് കസ്റ്റമേഴ്സ് ആയി തുടങ്ങിയാൽ പിന്നീട് റെഗുലർലി കസ്റ്റമേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ എവിടെയെങ്കിലും നമ്മുടെ ഒരു അപ്ഡേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയാൽ പിന്നീട് നമ്മളെല്ലാവരും മറന്നും പോകും. അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ. സോ കറക്റ്റായിട്ടുള്ള ന്യൂ അപ്ഡേഷൻസ്, ന്യൂ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് വഴി വാട്സപ്പ് വഴിയൊക്കെ അയച്ചു കൊടുത്താലും മതി. സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസ് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഉഡായിപ്പ് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ പാറ്റേൺസ് ചെയ്യുക, അത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. എന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ന്യൂ ഓർഡർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുക. നിങ്ങൾക്ക് അപ്പോഴും വർക്ക്സ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. ഓ, ഇയാളുടെ കയ്യിൽ നിന്ന് വർക്ക് വാങ്ങിക്കാൻ ആളുകളുണ്ട്, എങ്കിൽ ഞാനും ഒരെണ്ണം വാങ്ങിക്കാം എന്ന് വിചാരിച്ചു വരുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബിസിനസ് ട്രിക്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ.
എന്തായാലും ലാസ്റ്റ് പറഞ്ഞ ആ ഉടായ്പ് എനിക്ക് ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഇനി മിക്കവാറും ചെയ്യേണ്ടി വരും. കാരണം ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറേ നാളായി പെയ്ഡ് വർക്ക്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല എന്ന് പറയുന്നതിലുപരി വരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ്. അപ്പോൾ പറഞ്ഞു നമ്മുടെ ഡോളിൻ്റെ എല്ലാ പാർട്സും ദാ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കോട്ടൺ ഫില്ല് ചെയ്യാം. ഇത് നമ്മുടെ പ്യുവർ ഫില്ലിങ് കോട്ടൺ അല്ല കേട്ടോ, അത് അത്ര നല്ലതല്ല നമുക്ക് ഡോൾസിലൊക്കെ യൂസ് ചെയ്യാൻ. നനഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പമ്മിപ്പോവും. പക്ഷേ ഇത് പോളിസ്റ്ററിൻ്റെ ആ ഒരു അക്രലിക് ആണ് കിടക്കുന്ന കോട്ടൺ ആണ്, ഫില്ലിംഗ് ആണ്. അത് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്ലഷി ആയിട്ടും ഇരിക്കും. ഒരുപാട് കുത്തിക്കയറ്റി വെക്കേണ്ട ആവശ്യവും വരത്തില്ല. നനഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും വെള്ളം ഒപ്പിക്കത്തില്ല, പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. ഇനിയാണ് ആ ടാസ്ക് ഏറിയ പരിപാടി. ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കുക. എനിക്കിതിനേക്കാൾ മടിയുള്ള ഒരു പോർഷൻ ഈ അമിഗുരുമി ചെയ്യുന്നതിലില്ല. ഈ ഒരു ടാസ്ക് ചെയ്യാൻ നമുക്ക് ആവശ്യം ദാ ഈ ഒരു നീഡിലാണ്. ഇതിലിപ്പോൾ പല സൈസ് ഉണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് വലുത് തന്നെയാണ് വേണ്ടത്. അത് വേറെ ഒന്നുമല്ല, വലിപ്പം കുറഞ്ഞ നീഡിൽ യൂസ് ചെയ്താൽ നമ്മുടെ യാണിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു രോമങ്ങളും ചെറിയ ചെറിയ യാൺസും ഒക്കെ ഉണ്ടാവില്ലേ, അതിലൂടെ എല്ലാം കയറിപ്പോവും. അത് പിന്നീട് എവിടെ പണി കിട്ടുന്നതെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും നമുക്കൊന്നൊരു മിസ്റ്റേക്ക് വന്ന് 2 or 3 സ്റ്റിച്ച് ഒന്ന് ബാക്ക് എടുക്കേണ്ടി വന്നാൽ അങ്ങനെ വലിക്കുമ്പോൾ എല്ലായിടവും കുരുങ്ങിയിരിക്കും. സോ വലിപ്പമുള്ള സ്റ്റിച്ചസ് തന്നെ മാക്സിമം ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. ഇതേപോലെ മെറ്റൽ അല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ നീഡിൽസും നമുക്ക് മീഷോയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് കൈ സ്റ്റിച്ച് ചെയ്യേണ്ടത്. 2 പോർഷൻസും ഒന്നിച്ച് അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ബോഡി പോർഷനായിട്ട് കണക്ട് ചെയ്ത് പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. പിന്നെ ഒരു ഹാഫ് പോർഷനിൽ കർവ്ഡ് ആയിട്ടുള്ള നീഡിൽസ് അവൈലബിൾ ആണ്. അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു നീഡിലിന് വണ്ണം തീരെ കുറവാണ്. സോ ഇതേപോലെ ഇടയ്ക്ക് യാണിൻ്റെ പല പല രോമങ്ങളിലൂടെയൊക്കെ കയറിപ്പോകും. എങ്കിലും നമുക്ക് ഹെഡിൻ്റെ പോർഷൻ ചെയ്യാൻ ആ ഒരു കർവ്ഡ് നീഡിൽസ് ഭയങ്കര ഉപകാരമാണ്. വളഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ ഗ്യാപ്പില്ലാത്ത ഇടങ്ങളിലൂടെ ഈസി ആയിട്ട് ഇങ്ങനെ വളച്ചെടുത്ത് കയറ്റാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഫേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ യാൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മിഫിയുടെ ഐസ് നോർമൽ റൗണ്ട് ഷേപ്പ് അല്ലല്ലോ, സോ ആ ഒരു ഓവൽ ഷേപ്പിലുള്ള ഐസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. സോ ഞാനത് ബ്ലാക്ക് യാണിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി പലർക്കും ഡൗട്ടുള്ള ഒരു പോർഷൻ ആണ് ഇതാ ഈ കാണുന്നത്. ഇതേപോലെ ഹെഡും ബോഡിയും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് അതിനൊരു ടിപ്പുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ രണ്ടിലും കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. മുകളിൽ നിന്ന് മുകളിലോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 പാർട്ടിൻ്റെയും താഴേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ അകത്തിപ്പിടിച്ച് സ്റ്റിച്ച് ഇടുന്നത്. ഇതിങ്ങനെ അകത്തിപ്പിടിച്ച് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല. അടുപ്പിച്ച് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഇതേ സെയിം പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഹെഡിൻ്റെയും ബോഡിയുടെയും ആ ഒരു പ്രൊപ്പോർഷൻ തെറ്റാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിൽ ഞാൻ സ്റ്റിച്ചിങ് അല്ലാതെ വേറെ ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. വേറെ ഒന്നുമല്ല, മിഫിയുടെ ആ ഒരു ഇയേഴ്സിൻ്റെ പോർഷൻ ഞാനൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി സ്റ്റിച്ച് ചെയ്താണ് ഹെഡിൽ വെച്ചേക്കുന്നത്. അതല്ലാതെ അത് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ദെൻ ഈ ഒരു ഹെഡ്ഫോൺ, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു യാണിൻ്റെ സൈസ് വ്യത്യാസം ഹെഡ്ഫോണിലും ഉണ്ടായിരുന്നു. സോ ഹെഡ്ഫോൺ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇതേപോലെ ഒന്ന് നീളം കുറച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഒന്നിലും നമ്മൾ വേറെ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മിഫിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ആരുടെ കയ്യിൽ എത്തുമോ എന്നുള്ളത് ഷോർട്ട് വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും. എന്തായാലും താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ബൈ.